ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന പൊടിയാണ്. അത് ഇത്തിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് കുഴയ്ക്കാനായിട്ട് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരണം. എന്നിട്ട് അത് കുഴച്ച് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിയിലേക്കിട്ട് ഇളക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഇതിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂട് വിടണം ഒന്ന് കുഴയ്ക്കണമെങ്കിൽ. അപ്പോഴേക്ക് നമുക്ക് ഇലയും തേങ്ങയൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഇല ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് 2-4 സെറ്റ് ഇല ഉണ്ട്. നല്ല മഴ ആയതുകൊണ്ട് നല്ല നനഞ്ഞ് നല്ല ഫ്രഷ് ഇലയാണ്. കാക്കക്കാട്ടും അങ്ങനെ പൊടികളൊന്നുമില്ല. എന്നാലും ഇതൊന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങ തയ്യാറാക്കാം കേട്ടോ. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേണ്ടി വരും. ഇപ്പം കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര രാഗിയിടണം കേട്ടോ. പഞ്ചസാരയല്ല ഉപയോഗിക്കുന്ന, ശർക്കരയാണ്. അപ്പോൾ അത് മാവ് നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട ഇതിലേക്ക് പാകമാക്കി വെക്കാം. ഇഡ്ഡലി ചെമ്പിനുള്ള ഓട്ടമുള്ള പാത്രം ഞാൻ അതിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇടുക അങ്ങനെ ഒരു ഇല ഞാൻ അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഞാൻ പാകമാക്കിയിട്ടുള്ള അട ഞാൻ ഇതിലേക്ക് വെക്കാം കേട്ടോ. അതൊരു 4-5 എണ്ണം ഞാൻ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇലയുടെ മുകളിലായിട്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് ആവി കയറ്റാം. നന്നായിട്ട് 4 വശത്തുകൂടി ആവി ഇങ്ങനെ പറക്കുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇതായിരിക്കണോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മളിത് ആവി കയറ്റാൻ പോവാണ്. ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്, വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് ആവിയെ കയറ്റിയെടുക്കാം. അപ്പോൾ അത് ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇലയിൽ ഇട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ ഇത് നല്ല പുഴുങ്ങിയതിൻ്റെ ഒരു ടേസ്റ്റ്, ഈ ഇല വാടിയതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ നല്ല രസമുണ്ടാവും നമുക്ക് കഴിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.